ഹായ്! ഇന്നൊരു മഷ്റൂം കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനാവശ്യമായിട്ടുള്ള സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടി വരുന്ന സമയത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് വാടി വരും ആ സമയത്ത്. അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് കറി റെഡി ആകുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പിന്നെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി കുറച്ച് നേരം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വരാനാണ് കേട്ടോ. ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് വാടി വരും. ആ സമയത്ത് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോഴും മസാല ഇടുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉലുവാപ്പൊടിയും കുറച്ച് ഉപ്പും കൂടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂൺ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. നന്നായിട്ട് വാഷ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കറി പോലെ വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കണ്ട കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ടേസ്റ്റും മണമൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവേ. പിന്നെ തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മഷ്റൂം കറി അഥവാ കൂൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് എരിവുണ്ടായിരുന്നു, എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.